ജാനകിക്ക് 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികൾ, വിനോദും പ്രമോദും, പിന്നെ പെൺകുട്ടിയായി കവിതയും. ജാനകി അവരുടെ മക്കളെ വളരെ സ്നേഹത്തോടെ വളർത്തി. അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഒരു മാതാവിന്റെ ഉത്തരവാദിത്വം അവർ നന്നായി നിറവേറ്റി. കാലം കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം ചെറുപ്പക്കാരായി. വിനോദും പ്രമോദും ഇപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അവർ രണ്ടുപേരും സമ്പന്നനായ മുതലാളിയുടെ മക്കളായ നാൻസിയെയും സുപ്രിയയെയും പ്രണയിച്ചിരുന്നു. ജാനകിക്കും അവരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹം 2 കൂട്ടരും കൂടെ നിശ്ചയിച്ചു. ഞാൻ എന്റെ ചേട്ടന്മാരുടെ കല്യാണത്തിന് ഗൗണാണ് ധരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കല്യാണമാണ്. ഇതിപ്പോ നിന്റെ കല്യാണം പോലെ ആയല്ലോ. ഇന്നല്ല. അനാവശ്യമായി ഇങ്ങനെ പണം ചെലവഴിക്കേണ്ട ആവശ്യം എന്താ? നീ ഇനി ഗൗണൊന്നും ധരിക്കണ്ട, മനസ്സിലായോ? എന്തൊക്കെയായാലും ഇവൾ നിങ്ങളുടെ പെങ്ങളല്ലേ. ഇത് അവളുടെ അവകാശമല്ലേ. എന്നിട്ട് സ്വന്തം പണം കൊണ്ട് ജാനകി കവിതയ്ക്ക് ഗൗൺ വാങ്ങി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ജാനകി 2 മരുമക്കളെയും വീട്ടിലേക്ക് വരവേറ്റു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം, ഇനി വേഗം എന്റെ മകളെയും കൂടെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എന്റെ എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞ ഞാൻ സ്വതന്ത്രയാവും. എന്തായാലും എന്റെ അവസാന കാലഘട്ടം എത്തി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ജാനകിയുടെ 2 മരുമക്കളും അവിടേക്കെത്തി. അമ്മയുടെയും മോളുടെയും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെങ്കിലേ കുറച്ച് വീട്ടുജോലി ബാക്കിയുണ്ട്. അല്ലാതെ പിന്നെന്താ, ഞങ്ങൾ ദിവസം മുഴുവൻ അടുക്കളയിലിരുന്ന് പാചകം ചെയ്യണോ? എന്തായാലും ഞങ്ങളത് ചെയ്യില്ല. വരൂ കവിത, അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്ക്, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. സമ്പന്ന വീട്ടിൽ നിന്നും വന്ന മരുമക്കൾ അനിയത്തിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. 2 പേരും വലിയ കുടുംബത്തിൽ നിന്നാണെങ്കിലും അവർ വലിയ അത്യാഗ്രഹികളായിരുന്നു. കേട്ടോ ചേട്ടാ, അമ്മയ്ക്ക് കവിതയെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാവിലെ തന്നെ അമ്മ തന്റെ സ്വർണ്ണ കമ്മലുകൾ കവിതയ്ക്ക് കൊടുത്തു. എന്റെ പേടി ഒരു ദിവസം ഈ വീട് തന്നെ കവിതയ്ക്ക് കൊടുക്കുമെന്നാണ്. പിന്നല്ലാതെ ഒരാളുടെ മനസ്സിൽ ചതിയൊക്കെ വരാൻ എത്ര സമയം വേണം? 2 ഭാര്യമാരും ഭർത്താക്കന്മാരെ പറഞ്ഞു തിരിക്കാൻ തുടങ്ങി. പിന്നെന്താവാനാ? പിറ്റേ ദിവസം വിനോദും പ്രമോദും മുദ്രപേപ്പറുമായി അമ്മയുടെ അടുത്തേക്കെത്തി. അമ്മേ, ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്യേ. എന്ത് പേപ്പർ? അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തേലും പറ്റിയാൽ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല. അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? എന്തായാലും നമ്മൾ ഇവിടെ തന്നെയല്ലേ. അമ്മ ഒന്നും ആലോചിക്കേണ്ട, അതിൽ ഒപ്പിട്. തന്റെ മകളുടെ വാക്കുകൾ കേട്ട് ജാനകി അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ നാൻസിയും സുപ്രിയയും അവരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ മട്ടിലാണ്. ഒരു ദിവസം 2 സഹോദരന്മാരും ഓഫീസ് ജോലിക്കായി പുറത്തുപോയിരുന്നു. അപ്പോൾ കവിതയുടെ 2 ഏട്ടത്തിമാരും പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അതേസമയം ജാനകിയുടെ ആരോഗ്യം വളരെ വഷളായി. 2 പേരും ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും? അമ്മ വിഷമിക്കേണ്ട, അമ്മയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കവിത ഓട്ടോ വിളിക്കാനായി പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു. അമ്മ മരിച്ചതിന്റെ ദുഃഖം കവിതയെ വല്ലാതെ വേദനിപ്പിച്ചു. കവിതയ്ക്ക് അവളുടെ സങ്കടം അടക്കാനായില്ല. കവിത ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം അവളുടെ ഏട്ടത്തിമാർ ചെയ്തു. ഇല്ല ചേച്ചി, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോവില്ല. ഈ വീട്ടിൽ എന്റെ അമ്മയുടെ ഓർമ്മകളുണ്ട്. പക്ഷെ നീ എന്തായാലും ഞങ്ങളുടെ കൂടെ ഈ വീട് വിട്ട് പോവേണ്ടി വരും. കാരണം ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവുകയാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ചേച്ചി? ഇല്ല, ഞാൻ ഈ വീട് വിൽക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അമ്മ ആൺമക്കളുടെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ മുദ്രപത്രത്തിൽ ഇവരുടെ പേര് കൂടെ എഴുതി വച്ചിരുന്നു, കവിതയുടെയല്ല. കവിത നിസ്സഹായയായി. ഒന്നും ചെയ്യാൻ കഴിയാതെ ഏട്ടത്തിമാരുടെ കൂടെ പോവാൻ നിർബന്ധിതയായി. കവിത ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഓർത്ത് കരയുമായിരുന്നു. ഓഹോ, നീ നിന്റെ കരച്ചിൽ ഇങ്ങനെ എത്ര നാൾ തുടരും? ഈ നാടകമൊക്കെ നിർത്തിയിട്ട് വീട്ടുജോലി ചെയ്യാൻ നോക്ക്. നീ എത്ര നാൾ പണിയെടുക്കാതെ തിന്നോണ്ടിരിക്കും? എഴുന്നേക്ക്. അടുക്കളയിൽ പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി വെക്ക്. എന്നിട്ട് വസ്ത്രങ്ങളും കഴുകുക. പക്ഷെ ആദ്യം അടുക്കളയിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇവർ പറഞ്ഞാൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവർ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ പിന്നെ എവിടെ പോവാനാ? അങ്ങനെ കവിത വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. സമയം കിട്ടുമ്പോഴൊക്കെ രാത്രിയിൽ പഠിക്കാനും തുടങ്ങി. ഒരു ദിവസം വീട്ടിൽ വിനോദിന്റെയും പ്രമോദിന്റെയും ബിസിനസ് പാർട്ടിയായിരുന്നു. അവിടെ ക്ലയൻസിന്റെ കൂടെ അവരുടെ ഭാര്യമാരും വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും കവിത ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ പാർട്ടിയിലെ ഒരു സ്ത്രീ നാൻസിയോട് ചോദിച്ചു, ഇത് ഏത് പെൺകുട്ടിയാ നാൻസി? ഇതോ? ഇത് ഞങ്ങളുടെ വേലക്കാരിയാ. ഇത് കേട്ട് കവിതയ്ക്ക് വല്ലാതെ വിഷമം തോന്നി. അവൾ പിന്നീടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് പോയി. പക്ഷെ അവൾക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്താനായില്ല. അതുകൊണ്ട് അവൾ ഫുട്പാത്തിൽ തന്നെ ഇരുന്നു. അവൾ ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുകയും പഠിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. സമയം കടന്നുപോയി. അവളുടെ കഠിനാധ്വാനം ഫലം ചെയ്തു. അവൾ SSC പരീക്ഷ പാസ്സായി. ഭിക്ഷയെടുക്കുന്ന പാവപ്പെട്ടവൾ ഇൻകം ടാക്സ് ഓഫീസറായി മാറി. അങ്ങനെ സമയം കടന്നുപോയി. ഒരു ദിവസം, എന്റെ ദൈവമേ, നമ്മൾ കൊള്ളയടിക്കപ്പെട്ടു. എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ അലർന്നത്? നമ്മുടെ ഭർത്താക്കന്മാരുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്തു. എല്ലാം ജപ്തിയായിപ്പോയി.
ഓഫീസ് സീൽ ചെയ്ത് ഗാർഡ് പറഞ്ഞിരിക്കുന്നു അവർ വീട്ടിലേക്ക് വരുന്നെന്ന്. നമ്മൾ എങ്ങനെ അറിയാനാ ഇവർ നിയമവിരുദ്ധമായ ജോലിയാ ചെയ്തിരുന്നേന്ന്? എന്ത്? ഇനി നമ്മൾ എങ്ങോട്ട് പോവും? ഫുട്പാത്തിലേക്ക്. ഇങ്ങനൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ചോ? അപ്പോൾ പോലീസ് അവിടെ വരികയും അവരുടെ വീട് സീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും തെരുവിലായി. കവിതയാവട്ടെ സർക്കാർ വസതിയിലാണ് താമസിച്ചിരുന്നത്. പത്രത്തിൽ അവളുടെ സഹോദരന്മാരെ കുറിച്ച് കണ്ടപ്പോൾ അവൾക്ക് അവരെ കാണാതിരിക്കാനായില്ല. അവൾ കാറിൽ അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് ഫുട്പാത്തിൽ അവളുടെ ഏട്ടത്തിമാരിയ്ക്കുന്നത് കണ്ടത്. ഏട്ടത്തി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ? ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. ഇത് ഞങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് കവിത. ഞങ്ങൾ നിന്നോട് ചെയ്ത തെറ്റിനെ ശിക്ഷിക്കപ്പെട്ടു. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. അതേ കവിത, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. നമുക്ക് എന്റെ കാറിൽ എന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ കാറോ? നിന്റെ വീടോ? അതെ, ഞാനിപ്പോ ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. ഞാൻ എന്റെ സഹോദരന്മാരെ മോചിപ്പിച്ചോളാം. സന്തോഷം കൊണ്ട് ഏട്ടത്തിമാർ അവളെ കെട്ടിപ്പിടിച്ചു. കവിത അവളുടെ സഹോദരന്മാരെ മോചിപ്പിച്ചു. രണ്ടുപേരും സത്യം ചെയ്തു ഇനി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്ന്. ഈ രണ്ട് സമ്പന്നയായ ഏട്ടത്തിമാരും അവരുടെ ഭർത്താവിന്റെ സഹോദരിയുടെ പിറകിൽ നിന്നു. കാരണം ഇപ്പോൾ ആ പാവപ്പെട്ട സഹോദരി അവരെക്കാൾ സമ്പന്നയാണ്. ഗായത്രി ദേവിക്ക് 4 മക്കളും 4 മരുമക്കളും. ആദ്യം വന്ന 2 മരുമക്കൾ ധനികരുടെ മക്കളാണ്. രണ്ടാമത് വന്ന 2 മരുമക്കളും ദരിദ്രരുടെ മക്കൾ. അതുകൊണ്ട് ഗായത്രി ദേവി മൂത്ത മരുമകൾ സുമൻ, രണ്ടാമത്തെ മരുമകൾ നീലമിലാണ് ശ്രദ്ധ പുലർത്തിയിരുന്നത്. അവരെപ്പോഴും അവളെ മാത്രമേ നന്നായി നോക്കൂ. എന്നാൽ 4ാമത്തെയും 5ാമത്തെയും മരുമക്കൾ ആശയും വർഷയും എപ്പോൾ നോക്കിയാലും വഴക്കു പറയും. എന്നാൽ അവരെ രണ്ടുപേരെക്കാൾ സ്വഭാവത്തിൽ ഇവരാണ് നല്ലവർ. ഗായത്രി ദേവിയുടെ 4 മരുമക്കളും ഗർഭിണികളാണ്. വീട്ടിൽ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള സംസാരം ഓടിക്കൊണ്ടിരുന്നു. ഇവിടെ നോക്കുമോളെ സുമൻ, നീലം, രണ്ടുപേരും എവിടെയാണ്? ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ അമ്മേ, എന്താ ഇത്രയും ബോക്സൊക്കെ? ഇതിലെന്താ ഉള്ളത്? അമ്മ മാർക്കറ്റ് മുഴുവനും വാങ്ങിച്ചോണ്ട് വന്നോ? ആ, അങ്ങനെ തന്നെ കരുതിക്കൊള്ളൂ. എന്റെ 2 മരുമക്കളും ഇപ്പോൾ ഗർഭിണിയല്ലേ? അവർ രണ്ടുപേരും നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുമ്പോൾ അവരെ ഞാനല്ലാതെ വേറെ ആരും നോക്കാനാ? ഇതിലൊരു ബോട്ടിൽ ഫുള്ളും നെയ്യുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നല്ല ഫ്രഷായ വെജിറ്റബിളും ഫ്രൂട്ട്സും. പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഉപ്പ് ബിസ്ക്കറ്റും കേക്കും ഒരുപാട് ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞിരുന്നു. അയാൾ വാങ്ങി വെച്ചിരുന്നത് ഞാൻ വാങ്ങി വന്നു. രണ്ടുപേർക്കും ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്ക്. ശരി അമ്മേ. അമ്മേ, ഞാൻ കുറച്ച് പണം തന്നിട്ടില്ലേ? അതിലെല്ലാം ചിലവായി പോയോ? അത് ഞാൻ ചോദിച്ചത്. അമ്മ ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി വന്നില്ലേ? ആഹാ, ഞാൻ അമ്മയ്ക്ക് തന്നത് ചിലവഴിച്ചതേ ഇല്ലേ? പിന്നെ ഈ സാധനങ്ങളൊക്കെ? മരുമക്കളോട് പണം ചോദിച്ചിട്ട് അമ്മായിയമ്മ ചിലവഴിക്കുമോ മക്കളെ? നിങ്ങൾ പണക്കാര പിള്ളേരല്ലേ? ഇവിടെ വരുമ്പോൾ നിങ്ങളെ നല്ലപോലെ നോക്കുന്നത് എന്റെ കടമയാണ്. നിങ്ങളുടെ അമ്മായിയച്ഛന്റെ പെൻഷൻ പണം വരുന്നില്ലേ? ഓരോ മാസവും ഞാനല്ലേ അത് വാങ്ങുന്നത്. ആ പണം കൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നത്. നിങ്ങളുടെ പണം ചിലവഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കൊണ്ടുവന്ന് തന്നത്. സത്യത്തിൽ നമ്മുടെ അമ്മായിയമ്മ എത്ര നല്ലവരല്ലേ ചേച്ചി? ആശേ, ആശേ, പക്ഷേ നിങ്ങൾ എവിടെയാണ്? വേഗം ഒന്ന് വന്നേ. ഞങ്ങൾക്ക് 3 പേർക്കും തണുത്ത വെള്ളം കൊണ്ടുവാ. പിന്നെ നല്ല ചൂട് ചായയും കൊണ്ടുവരൂ. ആ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി? അമ്മേ, വെള്ളം കുടിക്ക്. ചായ വർഷ കൊണ്ടുവരും. ആ, ശരി ശരി. ഇനിയും ഇവിടെ എന്തിനാ നിൽക്കുന്നേ? അമ്മ, ഇതാ ചായ എടുക്കൂ. ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് പാലിൽ തേയിലപ്പൊടിയിട്ട് തിളപ്പിക്കണമെന്ന്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എന്താ അത് ചെയ്യാത്തത്? എന്തിനാ ഈ പച്ചവെള്ളം ചായയാക്കി കൊണ്ടുവരുന്നത്? അമ്മേ, ഞാൻ പാലിൽ ചായപ്പൊടി ഇട്ടാ തിളപ്പിച്ചത്. ആ അമ്മേ, വൈകുന്നേരം കഴിക്കാൻ ഞാൻ എന്താ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. അമ്മേ, ഇന്നെനിക്ക് ഇറച്ചി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, പിന്നെ ഇന്നെനിക്ക് പനീർ കഴിക്കണമെന്നുണ്ട്. ആ, എന്നാൽ ശരി. ഇന്ന് രാത്രി ആ ഇറച്ചിച്ചോറും പിന്നെ നെയ് വെച്ച് ചപ്പാത്തിയും ഉണ്ടാക്കിയേക്ക്. പിന്നെ എന്റെ മരുമക്കൾക്ക് പനീർ കറിയും ഉണ്ടാക്കി വെക്ക്. എന്നാൽ അമ്മേ, ഞങ്ങൾ നേരത്തെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് ആശയ്ക്ക് കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ അമ്മേ, എനിക്ക് ഉരുളക്കിഴങ്ങ് കറി വേണ്ട. എനിക്ക് പനീർ കറി തന്നെ വേണം. പറഞ്ഞേക്കാം. അയ്യോ, നീ എന്തിനാ വിഷമിക്കുന്നത്? നീലം, ഇവിടെ നോക്ക്. നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിവിടെ ഉണ്ടാക്കുമോ? ആശേ, വർഷേ, രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്ക്. ആ കറിയെടുത്ത് ചവറ്റുകൊട്ടയിലെറിയൂ. വർഷ കരഞ്ഞുകൊണ്ടേ അടുക്കളയിലേക്ക് പോയി. ആശ പിന്നാലെ പോയി അവളെ സമാധാനിപ്പിച്ചു. വർഷേ,
നീ ഒന്നോർത്തും വിഷമിക്കണ്ട. നിനക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാനല്ലേ ആഗ്രഹം? സുമനും നീലവും കിടന്നുറങ്ങട്ടെ. പിന്നെ അമ്മ ക്ഷേത്രത്തിൽ പോവില്ലേ, അപ്പോൾ ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം. എന്താ ചേച്ചി നമുക്ക് മാത്രം ഇങ്ങനെ? നമ്മളും ഇപ്പോൾ ഗർഭിണികളല്ലേ. എന്നാൽ അമ്മ നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ? എന്താ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? പണമില്ലാത്തത് കൊണ്ടാണോ? നമ്മൾ സുമനെപ്പോലെയും നീലത്തെപ്പോലെയും ഒരു പണക്കാരെ വീട്ടിൽ നിന്നല്ലല്ലോ വന്നത്. വർഷ പറയുന്നത് കേട്ട് ആശയും കരയാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങളും കടന്നുപോയി. മരുമക്കളുടെ സീമന്തത്തിനും നേരമായി. എല്ലാവരും അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഗായത്രി ദേവി സുമനും നീലത്തിനും സീമന്തം നടത്തണമെന്ന് തീരുമാനിച്ചു. സുമനും നീലത്തിനും വേണ്ടി പട്ടുസാരി, ആഭരണം ഇതെല്ലാം അവർ വാങ്ങിവന്നു. വർഷയോടും ആശയ്ക്കും നേരെ ഗായത്രി ദേവി ശ്രദ്ധിച്ചതേയില്ല. എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗായത്രി ദേവിയുടെ അടുത്ത് സുമനും നീലവും വന്നു. ചേച്ചി, ആദ്യം നിങ്ങൾ പറയൂ. എന്തു പറ്റി സുമൻ? എന്താണ് കാര്യം? ധൈര്യമായിട്ട് പറയേ. വേഗം പോകണം, അവിടെ ഫംഗ്ഷനിൽ എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പിന്നെ അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരുന്നാൽ കുറച്ച് നന്നായിരിക്കും. കാരണം നിങ്ങളവിടെ വന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്കത് ശരിപ്പെട്ടു വരില്ല. എന്റെ അമ്മയാണ് പറഞ്ഞത്. ഒരു വിധവയുടെ നിഴൽ പോലും കൊള്ളരുത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ നേരെ. അമ്മ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. അമ്മയൊരു വിധവയല്ലേ. അമ്മയുടെ നിഴൽ ഞങ്ങൾക്കു നേരെയോ കുഞ്ഞുങ്ങൾക്കു നേരെയോ വീണാൽ അത്ര നന്നാവില്ല. അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ. എന്നാലേ ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഇനി നല്ലത് വരികയുള്ളൂ. സുമനും നീലമും അപ്പോൾ പറഞ്ഞത് കേട്ട് ഗായത്രി ദേവിക്ക് ഷോക്കടിച്ചതുപോലെയായി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവർക്ക് മനസ്സില്ലെങ്കിലും സുമനെയും നീലത്തെയും പറഞ്ഞയച്ചു. വാ നീലം, അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായി. അമ്മ ബുദ്ധിശാലിയല്ലേ? സുമനും നീലവും ഫംഗ്ഷനിലേക്ക് പോയി. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കണ്ടു ഗായത്രി ദേവി അവിടെ തന്നെ നിൽക്കുന്നത്. അമ്മയ്ക്ക് കുറച്ചുപോലും ബുദ്ധിയില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് അമ്മ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്. അമ്മയുടെ നിഴൽ കൊണ്ട് ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പറ്റിയാൽ? അപ്പോൾ അവിടെ ആശയും വർഷയും വന്നു. സുമൻ ചേച്ചി, നീലം ചേച്ചി, അമ്മ വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി. ചേച്ചി, അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ പോലെയാ. അവരും അമ്മയാ. അവരും മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരാണ് മുത്തശ്ശി. അതുകൊണ്ട് അവരുടെ ആശീർവാദം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ വേണം അനുഗ്രഹിക്കാൻ. ഞങ്ങളുടെ സീമന്തം അമ്മയിൽ നിന്ന് വേണം തുടങ്ങാൻ. എന്നോട് ക്ഷമിക്കൂ ആശേ വർഷേ. ഞാൻ നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയിരുന്നാലും ഇന്ന് നിങ്ങൾ എന്റെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നു. സുമനെയും നീലത്തിനെയും ഞാൻ എത്ര നന്നായി നോക്കിയിരുന്നു. എന്നാൽ അവരിപ്പോൾ എന്നോട് ചെയ്യുന്നത് കണ്ടോ? അവർ പണക്കാര വീട്ടിലെ പിള്ളേരായതുകൊണ്ടല്ലേ. അങ്ങനെ പറഞ്ഞ് ഗായത്രി ദേവി നന്നായി കരയാൻ തുടങ്ങി. അമ്മേ, കരയണ്ടെന്നേ. വരൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഫംഗ്ഷൻ നടത്താം. ഗായത്രി ദേവി ആശയും വർഷയും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. അന്നുമുതൽ ആശയും വർഷയും ഗായത്രി ദേവി വളരെ നന്നായി നോക്കി. 4 മരുമക്കളെയും ഒന്നുപോലെ കണ്ടു. അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യണം. 2 വലിയ മരുമക്കൾ പണക്കാരു വീട്ടിലെ പിള്ളേരാണെങ്കിലും ഇവിടെ മരുമക്കളല്ലേ. 4 മരുമക്കളും ജന്മം നൽകിയ മക്കളെയും ഒരേപോലെ തന്നെ ഗായത്രി ദേവി നോക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആശയും വർഷയും രണ്ടുപേരും സന്തോഷിച്ചു. Thanks for watching.